C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അങ്ങോട്ട് ഞാനില്ല. അതെന്താ? നീ ജനിച്ച വീടല്ലേ അത്? ജനിച്ച വീടാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ തെരുവിലല്ലേ ജനിച്ചത്. എനിക്ക് ആ വീട്ടിൽ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയല്ല. പിന്നെ ആരാട് ഞങ്ങൾ നിന്റെ? ഈ തോളിലിട്ടാണ് നിന്നെ ഞാൻ വളർത്തിയത്. ഏത് സമയവും നിലച്ചേക്കാവുന്ന ഒരു ഹൃദയമായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ എന്റെ വീട്ടില് നിന്നെയും കാത്ത് അവിടെ വിധിമ്പി കരഞ്ഞിരിപ്പുണ്ട്. അജയ, നിന്നെ വളർത്തിയ നിന്റെ അമ്മ. ഇതിനപ്പുറം എന്ത് ബന്ധമാണ് നിനക്ക് വേണ്ടത്? നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതുപോലത്തെ ഒരു മകൻ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്, നിന്റെ ഭർത്താവ് ആദിത്യൻ. ഇതിലപ്പുറം എന്ത് സൗഭാഗ്യമാണ് ഒരു പെണ്ണിന് വേണ്ടത്? ഒത്തിരി അപേക്ഷിച്ചിട്ടാ ഈ പാവപ്പെട്ട ഭവനത്തിലേക്ക് വരാൻ തയ്യാറായത് തന്നെ. അല്പം ഭീഷണിപ്പെടുത്തേണ്ടിയും വന്നു. വലിയ അഭിമാനിയാ. എന്റെ പൊന്നുമോളെ, ഞങ്ങളെയൊക്കെ കരയിപ്പിച്ചോണ്ട് ഇതെങ്ങോട്ടാ പോയത്? വിട്. എന്നോട് ഇനി നാടകങ്ങളൊന്നും വേണ്ട. ഈ പൊയ്മുഖങ്ങളെല്ലാം കണ്ട് ഞാൻ മടുത്തു. തുളസി, നിന്നെ വേദനിപ്പിക്കുന്നതില് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ നീയും കഴിഞ്ഞുപോയ നാടകത്തിൽ ചെറിയൊരു വേഷം ചെയ്തു. ജീവന തുല്യം സ്നേഹിക്കുന്നവരെ നിലനിർത്താനും ആശ്വസിപ്പിക്കാനും ചിലപ്പോഴൊക്കെ ചില വേഷങ്ങളെ കെട്ടിയേ പറ്റൂ തുളസി. അവരാരും നിന്റെ ശത്രുക്കളൊന്നുമല്ല, നിനക്ക് പ്രിയപ്പെട്ടവരാ. എനിക്ക് ക്ലീശ ഡയലോഗുകളൊക്കെ കേട്ട് മടുത്തു. സ്നേഹം ആരാരെയാ സ്നേഹിക്കുന്നേ? ഒക്കെ ഒരു കപട നാടകം തന്നെയാ. പ്രസ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്റെ അച്ഛനെയും അമ്മയും കണ്ടെത്താനുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും തടഞ്ഞത് അങ്ങേരാ. മോളെ, നിനക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അതുണ്ടാവുമല്ലോ. അവരില്ലാതെ ഒരു കുട്ടിയും ജനിക്കുന്നില്ല. നിന്റെ അച്ഛനമ്മമാര് ഞാനും പ്രിയമാണെന്ന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്റെ അച്ഛനും അമ്മയല്ലെന്ന് ആ DNA ടെസ്റ്റിലൂടെ തെളിച്ചു കഴിഞ്ഞതാ. നീ നന്ദികേട് കാണിക്കരുത്. നന്ദികേട് കാണിക്കുന്നത് മഹാപാപോ. നിനക്ക് ആവോളം സ്നേഹം തന്നെ വളർത്തിയതേ തട്ടിപ്പും വഞ്ചനയൊന്നും അറിയാത്ത ഈ പാവങ്ങളാ. നീ അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. മോളെ, ഈ അമ്മയും അച്ഛനെ അന്യനായി കരുതരുത്. തെളിവ് ഈ ഫോണിലുണ്ട്. മകന്റെ ഭാര്യയെ കൊല്ലാൻ ഗുണ്ടകളെ അയക്കുന്ന അമ്മായി അമ്മ. ഇക്കാലത്ത് പുതുമയൊന്നും അല്ല. പക്ഷേ ആ പാവം കുട്ടി തന്നോട് എന്ത് തെറ്റ് ചെയ്തടൂ? ഈ ജീവിതകാലം മുഴുവൻ എന്റെ ഉറക്കം കളഞ്ഞത് അവൾ ഒറ്റ ഒരുത്തിയാ. അവൾ എന്നെ വേട്ടയാടുകയാ. കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന അവളെ താനാ ഇക്കാലം അത്രയും വേട്ടയാടിയത്. ആദ്യേ എന്റെ മകന് എന്റെ ശത്രു എന്റെ മകന്റെ ഭാര്യയായിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, അതിന് കൊല്ലാൻ തീരുമാനിക്കുകയാണോ വേണ്ടത്? താനേ ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ഭർത്താവിനോടാണ് സംസാരിക്കുന്നത്. ഭാര്യയുടെ മാനസികാവസ്ഥ ഇനി ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. തുളസിയോടുള്ള തന്റെ അടങ്ങാത്ത പകയല്ലേ തന്റെ ഈ മാനസികാവസ്ഥ. ഇത് തന്നെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് സെൻട്രൽ ജയിലിലേക്കായിരിക്കും. തന്റെ കൈകളിൽ വിലങ്ങ് വെക്കാനുള്ള ദൗർഭാഗ്യം എനിക്കുണ്ടാവാതിരിക്കട്ടെ. പറഞ്ഞേക്കാം.
വളർത്തമ്മയും വളർത്തച്ഛനും തന്നെയാ. പക്ഷെ എനിക്ക് ഞങ്ങൾ സ്നേഹം തന്നിട്ടില്ലെന്ന് പറയാനൊക്കൂ. വളർത്തിയതിന്റെ കണക്കൊന്നും പറയാണെന്ന് എന്റെ മോള് തെറ്റിദ്ധരിക്കരുത്. നീ ദേവമംഗലത്തേക്ക് പോകുന്നത് വരെ ഈ അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്നാ കിടന്നത്. ഈ അമ്മ പാടിയ താരാട്ട് പാട്ട് കേട്ട എന്റെ പൊന്നുമോൾ ഉറങ്ങിയത്. എന്റെ ഹൃദയടിപ്പായിരുന്നു എന്റെ ജീവൻ. നിനക്ക് വേണ്ടി ഞാൻ ഈ ചില്ലത്തിൽ കിടന്നിട്ടില്ലെങ്കിലും, നിനക്ക് വേണ്ടി ഞാൻ പേറ്റ് നോവ് അനുഭവിച്ചിട്ടില്ലെങ്കിലും, നിന്നെ കിട്ടിയതിൽ പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ഒഴുക്കിയ കണ്ണീരും, നിനക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച വേദനകളും ഈ അമ്മയുടെ ഹൃദയത്തെ കുത്തി നോവിക്കുമ്പോ ഞാനും മാറിയതല്ല, എല്ലാരും കൂടി എന്നെങ്ങനെ മാറ്റിയെടുത്തതാ. ഞങ്ങളുടെ മോളെ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, അവൾ അഭിനയിച്ച് പരിശീലിക്കുക. നമ്മളോട് ഈ ഗൗരവം കാണിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്നേഹം നമുക്ക് കാണാം. വീട്ടിലെ യജമാനന്മാരൊക്കെ പറയുന്ന തമാശകൾ കേട്ടു നിൽക്കാനല്ലേ വേലക്കാരികൾക്ക് പറ്റൂ. നമ്മുടെ മോൾ ആകെ മാറിപ്പോയി ജയേട്ട. നമ്മള് വളർത്തിയ നമ്മുടെ പൊന്നോമന കുഞ്ഞു തുളസിയല്ല ഇപ്പൊ ഈ നിൽക്കുന്നത്. ഒരലിവും ഇല്ലാത്ത മറ്റേത് പെൺകുട്ടിയാ. മോളോട് മനസ്സാ വാച ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അഥവാ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. അയ്യോ അമ്മ, അമ്മ സോറി. അച്ഛനെ അമ്മയെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് തരണം. ഞാൻ മരിക്കുന്നത് വരെ നിങ്ങൾ തന്നെ എന്റെ അച്ഛനും അമ്മയും. ആ അപ്പച്ചി, ജ്യൂസ് ഐസിട്ടതല്ലേ? നല്ല ഐസിട്ടിട്ടുണ്ട്, കുടിക്ക്. രാത്രിയിലെ ഈ ഐസിട്ട ജ്യൂസ് ഞാൻ കുടിക്കില്ലെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ? എനിക്ക് ശ്വാസം മുട്ടും. അല്ല, കഷായം ഒക്കെ കുടിക്കേണ്ട കാലമായി. നീ എന്താ അടിപൊളിക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അപ്പച്ചിയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയായിരുന്നു. അതൊക്കെ എനിക്കറിയാം. അതാണല്ലോ നീ തക്കം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഇട്ട് ഒറ്റുന്നത്. അതല്ല അപ്പച്ചി. ദേ, അപ്പച്ചിക്ക് ഞാൻ കൽപ്പിച്ചിരിക്കുന്നതേ സത്യം പറഞ്ഞ എന്റെ അമ്മയുടെ സ്ഥാനമാണേ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ പ്രായമുള്ളവളാക്കരുത്. എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. നീയും ഞാനും തമ്മിൽ 1-1.5 വയസ്സിന്റെ വ്യത്യാസേ കാണുള്ളൂ. ഈ ശാന്തേട്ടന് ഇത്തിരി പ്രായം കൂടിപ്പോയി. അതെനിക്ക് പറ്റിയ ഒരു നോട്ടപ്പിശക. അപ്പച്ചി, നീ എന്തിനാ എന്നെ ഈണത്തിന് വിളിക്കുന്നേ? എന്നെ തൊട്ടിലിട്ട് താരാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു? അതല്ല അപ്പച്ചി, അപ്പച്ചിയുടെ അമ്മായിയമ്മയുടേത് സുഖമരണമായിരുന്നോ? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അവരുടേതൊരു ദുർമരണം ആകാനാണ് സാധ്യത.
അതിനാ കിളവി എന്റെ കൂടെ നിന്നില്ലല്ലോ. ശാന്തേട്ടനെ ഞാൻ കല്യാണം കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ പ്രകൃതം മനസ്സിലാക്കി കിളവി തീർത്ഥാടനത്തിന് പോയി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാ കേട്ടത്. മാമൂസേ, അയ്യോ വന്നല്ലോ ഒരു കളങ്കോ ഇല്ലാത്ത ഇള്ളാപിള്ള. മാമൂസേ കുറച്ച് ഇങ്ങോട്. എന്താ കാര്യം പറ. മാമൂസേ, എന്റെ ആദ്യേട്ടൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. രാത്രി ഇത്ര വൈകിയില്ലേ? ആദ്യേട്ടൻ കാര്യം തന്നെ. താലി കെട്ടിയ പുരുഷനോടൊപ്പം പെണ്ണന്തി ഉറങ്ങേണ്ടത്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായില്ല. ദുർഗേച്ചിയായിട്ട് അതിന് അനുവാദം തന്നതുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിധി എന്നങ്ങോട്ട് കരുതിയാ മതി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ദുർഗേച്ചിയുടെ അനുവാദമൊന്നും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. നിന്റെ അച്ഛനമ്മമാരെ ഞങ്ങളാ. ഇനി ഞങ്ങൾ പറയുന്നതാണ് തീരുമാനം. നിന്നെ കെട്ടിയ പുരുഷനെ ഇവിടെയുണ്ട്. നിന്റെ കഴുത്തിലേക്ക് എന്നവൻ താലി ചാർത്തിയോ അന്നു മുതൽ നിന്റെ എല്ലാം അവനാ. അവന് നിന്റെ കാണപ്പെട്ട ദൈവം. അതുകൊണ്ട് ഞാനും ജയേട്ടനും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം മോളെ അറിയിക്കുക. ഇന്ന് മോളുടെയും ആദിമോന്റെയും ശാന്തി മുഹൂർത്ത. അമ്മ അവിടെ പാല് കാച്ചി മൂടി വെക്കും. കുളിച്ച് വസ്ത്രം മാറി വന്ന് ആ പാലും എടുത്ത് എന്റെ മോള് ആദിമോൻ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലണം. ഇന്ന് നിങ്ങളുടെ മധുവിധു രാത്രിയാ. അങ്ങനെ നീ ഞാനൊന്ന സത്യം അലിഞ്ഞലിഞ്ഞ് നമ്മൾ മാത്രമാവുന്നു. ദുർഗേ, നീ ഇങ്ങനെ കൂട്ടിലടച്ച വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ കാര്യങ്ങൾ കൈവിട്ടു പോവും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല ദുർഗേച്ചി. ദേ രാത്രി ഇരുണ്ടിരുണ്ട് വരികയാ. ഇപ്പൊ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയോന്നാ എനിക്കൊരു സംശയം. ആദരെ, ഞാൻ കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ച് ആളെ കത്തിക്കല്ല ചെയ്യുന്നത്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ അല്ലേ അപ്പച്ചി? ഇങ്ങോട്ട് നോക്കു ദുർഗെ, ഞങ്ങൾ ആര് വിചാരിച്ചാലും ഇപ്പൊ ഒരു കാര്യവും നടക്കില്ല. നീ വിചാരിച്ചാലേ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. എന്റെ ദുർഗേച്ചി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഒരു തീരുമാനം എടുത്ത് അതങ്ങ് നടപ്പിലാക്കുക. കാര്യം ഞാൻ ദേവമംഗലത്തെ തറവാട്ടമ്മയൊക്കെ
എല്ലാവരുടെ അപ്പച്ചിയോ. പക്ഷെ എനിക്ക് അവർ ഒരു സ്ഥാനം പോലും കൽപ്പിച്ചിട്ടില്ല. അത് പിന്നെ കയ്യിൽ ഇതോടി പറഞ്ഞേ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല അപ്പച്ചി. ഇത് നിങ്ങൾ മുടിയാട്ടവും തിറയാട്ടവും നടത്തുന്ന ദേവമംഗലമല്ല, എന്റെ വീടാ. വീട്ടിൽ കേറി വന്നവരോട് മര്യാദ കേട് കാണിക്കേണ്ടി വരുന്നത് കേറി വന്നവരും മാന്യത കാണിക്കാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒത്തിരി ക്ഷമിച്ചിട്ടുണ്ട്. ക്ഷമിക്കുന്നത് നിങ്ങളോടുള്ള പേടി കൊണ്ടാണെന്ന് നിങ്ങൾ ധരിക്കരുത്. എനിക്ക് എന്റെ മകനെ ഇപ്പൊ വേണം. അവൻ അവന്റെ ഭാര്യയോടൊപ്പം മുറിക്കകത്താ. ബെഡ്റൂമിൽ എത്തി നോക്കുന്നതും ശല്യപ്പെടുത്തുന്നതും ഒക്കെ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം. പക്ഷേ അത് ഞങ്ങളുടെ ശീലമല്ല. എന്താടി പറഞ്ഞത്? എന്നെ നീ നാണം കെടുത്തുന്നോ? നാണം കെട്ട പ്രവൃത്തികളല്ലേ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് മണിയറ നിഷേധിക്കുന്ന അമ്മായിയമ്മ മാനസിക രോഗിയാ. നീ എന്നെ ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ മകനെയും കൊണ്ടേ പോകൂ. നീ എന്നെ തടയുമെങ്കിൽ ഞാനതൊന്ന് കാണട്ടെ. എടാ ആദി, അവരെ വിളിക്കരുത്. അവനെ ഞാൻ വിളിക്കും. എന്റെ മകനെ കൊണ്ട് ഞാൻ പോവുകയും ചെയ്യും. ആദി, 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 എടാ വാതില് തുറക്ക്. ആദി, നിന്റെ അമ്മ രൗദ്രഭാവം പൂണ്ട് വന്നിട്ടുണ്ട്. ചെല്ല് തുറക്ക്. വാതില് തുറക്കാൻ. ചെന്ന് തുറക്കടാ. തുറക്കാം. ആദി, വേഗം തുറക്ക്, ഇല്ലെങ്കിൽ തല്ലി പൊളിക്കും. ഡോ, മനസ്സിലായല്ലോ പ്രസാദേട്ടന്? ഈ ദുർഗയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്താ എന്റെ വിജയം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ? പാതിരാത്രിക്ക് മകന്റെ ബെഡ്റൂമിൽ തട്ടി വിളിച്ചിട്ട് ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുന്ന അവനെ പിടിച്ച പിടിയാലെ കൊണ്ടുവരുന്നതേ ഒരു വലിയ വിജയമൊന്നും അല്ലടോ. അത് അപമാനമാ, നാണക്കേട്. താൻ കുറെ കൂടി മാലിന്യം വലിച്ചു കോരി തന്റെ മേത്തേക്ക് തന്നെ എറിഞ്ഞിരിക്കുക. കഷ്ടം. തോൽക്കുമ്പോഴേ പ്രസാദേട്ടന് കുറെ ന്യായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എടോ, താൻ ആഘോഷിക്കുന്ന വിജയങ്ങളൊക്കെ പരാജയങ്ങളാ. അതൊരു പക്ഷെ തനിക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാവും. അപ്പൊ താൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഓർത്ത് അന്ന് താൻ പൊട്ടിക്കരയും. ഇതൊക്കെ പറയുന്നത് ഞാനാണ്. തന്നേക്കാൾ 3-4 ഓണമെങ്കിലും കൂടുതൽ ഉണ്ടിട്ടുള്ള തന്റെ ഭർത്താവ്. കാണാം. കാണല്ലേ ഞാൻ ഈ കാഴ്ചകളൊക്കെ. ഞാനും തുളസിയും കൂടി ഉറങ്ങാൻ കിടന്ന ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്ന ഇവരെന്നെ നാണം കെടുത്തിയത്. ഞാൻ എന്റെ ഭാര്യയുടെ മുമ്പിൽ നാണം കെട്ടില്ല അച്ഛാ. ഞാൻ അച്ഛനെ ഒരാളെ ഓർത്ത ഇത്രയും ക്ഷമിക്കുന്നത്. ഇനി എനിക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല. ഞാൻ വിളിച്ച് പറയും സത്യങ്ങളൊക്കെ. അതി അവൾക്ക് നിന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നീയാണ് അവളുടെ എല്ലാം. ഇടാ, നീ ഇല്ലാതെ അവൾക്ക് പറ്റില്ല.
സ്വന്തം മകനെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് അവൾക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. അതിന് ഞാൻ അവരുടെ സ്വന്തം മകനല്ലല്ലോ. അച്ഛാ, ഇതിന് അവസാനമായി ഒരു പരിഹാരം കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഈ പരിസരത്ത് കണ്ടുപോരുത്. യൂസ്ലെസ്. ഇവനെ ഞാൻ കണ്ടില്ലേ മാമൂസ, ആദ്യേട്ടൻ എന്നെ ചവിട്ടി പുറത്താക്കിയത്. നീ വിഷമിക്കാതെ. ഈ ചെയ്തതിനൊക്കെ അവനോട് പ്രതികാരം ചോദിക്കാൻ നിനക്ക് അവസരം കിട്ടും. അവന്റെ താലിമാല നിന്റെ കഴുത്തിലൊന്ന് വീണോട്ടെ. പ്രതികാരം ചെയ്യണം. ചില ദിവസങ്ങളിൽ നീ അവന് സ്വസ്ഥത കൊടുക്കരുത്. അതിന് ആദ്യേട്ടൻ എന്നെ കെട്ടുവോ? എന്താ നിനക്ക് ഇത്ര സംശയം? ഈ മാമൂസ പറയുന്നേ ആദ്യേ നിനക്കുള്ളതാ. അവന്റെ താലിമാല നിന്റെ കഴുത്തി വന്ന് വീഴാതെ ഈ മാമൂസിന് വിശ്രമമില്ല. ഇത് സത്യം. അവരെന്റെ വളർത്തച്ഛനും വളർത്തമ്മയാണെന്ന് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ദീപേ. അവർക്ക് ഞാൻ സ്വന്തം മകള് തന്നെയാ. അതിനെന്താ സംശയം തുളസി? അവര് നിനക്ക് സ്വന്തം അല്ലെങ്കിൽ അവരിത്രയേറെ നിന്നെ സ്നേഹിക്കോ? വാസ്തവം. പക്ഷെ ആ DNA ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെയും അമ്മയും വല്ലാതെ വേദനിപ്പിച്ചു. അവര് എന്തിനെന്നോട് നുണ പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിലായിരുന്നു എനിക്ക് ആ ദേഷ്യം. അവർ രണ്ടുപേരും വെറും ശുദ്ധഗതിക്കാരും ഒരു കളങ്കവും ഇല്ലാത്തവരാ. അങ്ങനെയുള്ളവരെ വേദനിപ്പിച്ചതിൽ എനിക്ക് സങ്കടവും. ഏതായാലും ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും മുന വെച്ചുള്ള ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ഞാൻ അവരെ വേദനിപ്പിക്കില്ല. സത്യം. അവര് തന്നെയാ എന്റെ അച്ഛനും അമ്മയും. അവരെ കാണാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. നല്ല കാര്യം. എനിക്കിപ്പോ നിന്നോട് ബഹുമാനം തോന്നുന്നു. പക്ഷേ ദീപേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചില ദുർവാശികളുണ്ട്. മറ്റൊന്നുമല്ല, അറിയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞു അടങ്ങുന്നുള്ള വാശി. അതൊരു പക്ഷേ ദുർവാശിയായിരിക്കാം. അത്തരമൊരു സ്വഭാവം എന്റെ കൂടപ്പിറപ്പാ. നീ എന്തോ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. മറ്റൊന്നുമല്ല. ഏതായാലും യഥാർത്ഥത്തിൽ എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടാവുമല്ലോ. അതാരാണ്? മറുപടിയില്ല പെണ്ണേ. അത് തന്നെ. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് വാക്കുകളേ ഇല്ല. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. കുട്ടികളെ വേർതിരിച്ച് നമ്മൾ 3 പേര് ഇതുവരെ കണ്ടിട്ടില്ല. അവര് രണ്ടുപേരും നമ്മുടെ മക്കള് തന്നെയാ. പക്ഷെ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നൊരു ചൊല്ലുണ്ടല്ലോ. തുളസിമോള് സ്വന്തം മകളാണെന്നറിഞ്ഞ ഒരുപക്ഷെ ദുർഗച്ചിയുടെ സ്വഭാവം മാറിയാലോ. ഒരുപക്ഷെ മനസ്സിലാക്കാം. ഒരു പക്ഷേ. ആ ഒരു പക്ഷേ 2% ഉള്ളൂ. ബാക്കി 98%. ഡോക്ടർ പറയുന്നത് ശരിയല്ല. ഞാൻ പ്രിയ
പ്രിയ പ്രസവിച്ച മകളല്ല. DNA റിസൾട്ട് അങ്ങനെയാ. പ്രിയാമ്മയുടെ കുട്ടി ചിലപ്പോ മരിച്ചു കാണും. എന്നെ പ്രിയാമ്മയ്ക്ക് കൈമാറിയ എന്റെ അച്ഛനും അമ്മയും കുറിച്ച് അറിയാനാ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വന്നത്. ഡോക്ടർ അത് പറയും. എന്ത് നോൺസെൻസാ തുളസി മോളി പറയുന്നത്? അവിടെ കുഞ്ഞുങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏർപ്പാടൊന്നും നടന്നിട്ടില്ല. തുളസിയെ പ്രിയ പ്രസവിച്ചതാണ്, അത്രേ എനിക്കറിയൂ. തുളസിയോട് എനിക്ക് വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ സമയം. എന്നാ പിന്നെ പിരിയല്ലേ? ഈശ്വര, ഇവനോട് ഞാൻ എന്ത് മറുപടി പറയും? അച്ഛനമ്മമാരെ കണ്ടെത്താനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നറിഞ്ഞ അത് എന്റെ വളർത്തച്ഛനും വളർത്തമ്മയ്ക്കും വലിയ വിഷമാവും. ഇവനത് അവരോട് പറഞ്ഞെന്നും വരും. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇവൾ എന്തോ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ മുഖം കണ്ടാൽ അതറിയാം. എന്തായിരിക്കും അത്? അല്ല, ആദ്യം എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? ആ, ഇതെന്റെ ഫ്രണ്ടാ. ഇവന് ചെറിയൊരു പനി. ഡോക്ടറിനെ കാണിക്കാൻ വന്നതാ. അല്ല, നിങ്ങളെന്താ ഇവിടെ വന്നെന്ന് പറഞ്ഞില്ല? അത് ദീപയ്ക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. ഞാനും ഇവളുടെ കൂടെ വന്നതാ. ഇതാണ് ശിവപാർവതിക്കാവ്. തൊഴുതോ. ഞാൻ നിന്നെയും കൊണ്ട് ഈ കാവിലേക്ക് വന്നതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ തുളസി? നമ്മൾ തമ്മിൽ എന്നു മുതൽ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ നമ്മളെ അകറ്റാനാ പലരുടെ ശ്രമം. എനിക്കും നിനക്കും നിറയെ ശത്രുക്കളാ. പക്ഷേ തീരുമാനിക്കണം. ഇന്ന് വിവാഹിതരാകുന്ന പലർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഇവിടെ. വീട്ടുകാരുടെ എതിർപ്പ്, ചിലപ്പോ സമൂഹത്തിന്റെ ശത്രുത, അങ്ങനെ പലതും. അങ്ങനെയുള്ള ദമ്പതിമാരുടെ ഏക ആശ്രയമാണ് ഈ ശിവപാർവതി കാവ്. ശിവനും പാർവതിയും സന്തോഷത്തോടുകൂടി വാഴുന്ന ഈ കാവ്. ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാ സ്വാമി ഞാൻ എന്റെ ഭർത്താവിനെയും കൂട്ടി വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ദേവീദേവന്മാരുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥനയോടെ ഭാര്യയുടെ സീമന്തരേഖയിൽ ഭർത്താവ് കുങ്കുമം തൊട്ടുകൊടുക്കണം. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് 3 ദിവസം കുങ്കുമം തൊട്ടുകൊടുത്താൽ ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കും. ആ ദമ്പതികളെ പിന്നെ ഏത് ശക്തി വിചാരിച്ചാലും വേർപിരിക്കാനാവില്ല. ദേവീദേവന്മാരുടെ തിരുമുമ്പിൽ വെച്ച് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താനാണ് നിങ്ങളും വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാമോ? അതെ, അതിന് തന്നെ വന്നിരിക്കുന്നത്. എങ്കിൽ പ്രാർത്ഥനയോടെ നിന്നോളൂ.
ദേവന്മാരെ പ്രാർത്ഥിച്ച് ഭാര്യയുടെ സീമന്തരേഖയിൽ ചാർത്തിക്കോളൂ. ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അടുപ്പിച്ച് 3 ദിവസം ഇതുപോലെ ആവർത്തിക്കണം. ശരി സ്വാമി. പ്രാർത്ഥിച്ചോളൂ. ഞങ്ങള് നാളെയും അതിന്റെ അടുത്ത ദിവസം വരാം. വരണം. എന്നാലേ അനുഗ്രഹം കിട്ടും. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.